ചൂരൽമലയിലെ നാട്ടുകാരുടെ എൻ്റെ ഗ്രാമം വാട്സപ്പ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ജീവനോടെയില്ല. പക്ഷെ അവരിൽ പലരും രക്ഷിക്കണേ എന്ന് അവസാനമായി അഭ്യർത്ഥിച്ചത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു. എന്നാൽ അവിടെയൊന്നും ഓടിയെത്താനോ പലരെയും രക്ഷപ്പെടുത്താനോ കഴിയാതെ പോയ സങ്കടവും പേറി ജീവിക്കുകയാണ് ദുരന്തം ബാക്കി വെച്ചവർ. അയ്യോ, അങ്ങനെ ഉഷീനെ രക്ഷിക്കാൻ പറ്റുമോ? അതിൻ്റെ ഉള്ളിൽ അമ്മായിയും കുട്ടിയും ഞങ്ങളുണ്ട്. മണ്ണിന്റെ അടിയിലായിരിക്കുമല്ലോ പറച്ചോനെ. ഞാനേലും ഒന്ന് ഒരു പൊടിക്കുഞ്ഞിനുണ്ട്. 3 കുഞ്ഞുങ്ങളെ ഞങ്ങൾ അമ്മ. ചൂരൽമല സ്വദേശിനി സലീന ചൊവ്വാഴ്ച പുലർച്ചെ 1:50 എൻ്റെ ഗ്രാമം വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശമാണിത്. വീടിൻ്റെ താഴെ നിലയിൽ വെള്ളവും ചളിയും വന്ന് നിറയുമ്പോൾ ഓടി ടെറസിൽ കയറിയതാണ് സലീനയും 2 മക്കളും പേരക്കുട്ടിയും. ഓടിയെത്തിയവരിൽ ആരൊക്കെയോ കയറിട്ട് കൊടുത്ത് ഇവരെ രക്ഷിച്ചു. എന്നാൽ താഴെ നിലയിൽ ഉറങ്ങുകയായിരുന്ന സലീനയുടെ ഭർത്താവും അനുജനും ദുരന്തത്തിൽ പെട്ടുപോയി. ചെറിയ 3 പെൺകുട്ടികളും അമ്മയും, പിന്നെ അതിൻ്റെ ബാക്കിൽ എത്ര ആളുണ്ടായെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവരെ ഭർത്താവ് അതിൻ്റെ അടിയത്തെ നിലയിൽ അവൻ്റെ റൂമിൻ്റെ അടിയിലായിരുന്നു. പിന്നെ അവൻ്റെ അച്ഛനും അവർ രണ്ടാളും അതിൽ അടിയിൽ പെട്ടുപോയി, മണ്ണ് തിങ്ങിപ്പോയി. ഇവരെ 3 ആളെ ഞങ്ങൾ ഒരു 5 കാലമായിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും കയറൊക്കെ കെട്ടി വലിച്ച്, അത് ഒരാളത് ചാലിയാർ പുഴയിൽ നിന്ന് കിട്ടിയാണ് കിട്ടിയത്, ഒരാളത് ഈ അണ്ണയ സൂപ്പർവൈസർ പറമ്പിൽ നിന്ന് കിട്ടിയ അങ്ങനെ കിട്ടി. പക്ഷെ ഇവരെ മാത്രമേ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഈ ടൗണിലുള്ളവർ ആരാന്നൊന്നും അറിയില്ല, ഏത് സ്ത്രീകളാണെന്ന് പോലും അറിയില്ല. ഒക്കെ കരഞ്ഞിട്ടും പിടിച്ച് നിൽക്കുക. അവരൊക്കെ വലിച്ച്, പിന്നെ ഈ പറഞ്ഞ പോലെ കള്ളാടിയിൽ നിന്ന് കുറേ ഡ്രൈവർമാരുണ്ടായിരുന്നു, വണ്ടിയും കൊണ്ട് ഓടിയെത്തിയിട്ടുണ്ടായി. ഒരു നാടിൻ്റെ സ്പന്ദനമാണ് അവിടെയുള്ള മനുഷ്യർ ചേർന്ന് രൂപപ്പെടുത്തുന്ന വാട്സാപ്പ് ഗ്രൂപ്പ്. എന്നാൽ അവരിൽ പലരും മഹാദുരന്തത്തിന് കീഴടങ്ങുമ്പോൾ തനിച്ചായി പോകുന്ന മനുഷ്യർ അനുഭവിക്കുന്നത് നികത്താനാകാത്ത ശൂന്യതയാണ്. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, ചൂരൽമല.